ഇന്ന് രാവിലെ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത വന്നത് എറണാകുളം അമ്പലമുകളിൽ നിന്നാണ്. HOC കമ്പനിയിൽ നിന്ന് പുകയും രൂക്ഷഗന്ധവും ഉയർന്നു. ഇതേ തുടർന്ന് അയ്യങ്കുഴി പ്രദേശത്തുള്ള നിരവധി പേർക്ക് ശാരീരിക അസ്വസ്ഥതയുണ്ടാവുകയും ചെയ്തു. പലർക്കും തലകറക്കമുണ്ടായി, ചിലർക്ക് ശ്വാസതടസ്സമാണ് ഉണ്ടായത്. അങ്ങനെ രണ്ടുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആംബുലൻസ് പോലും വിട്ടു നൽകാത്ത കമ്പനി നടപടിയിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തുകയും ചെയ്തു. അമ്പലമുകളിലെ അയ്യങ്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനുള്ളത്. ഇവിടെ ഒരു ഭാഗത്ത് BPCലാണ്, ഒരു ഭാഗത്ത് HOC ആണ്. കഴിഞ്ഞ 40 വർഷത്തിലേറെയായി ഇവർ വലിയ ദുരിതം അനുഭവിക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയും ഈ ദുരിതം ഇവർ അനുഭവിക്കേണ്ടി വന്നു. പ്രത്യേകിച്ച് ഈ BPCLന്റെയും അതുപോലെ തന്നെ HOCയുടെയും ഭാഗത്തുനിന്നുള്ള പുകയും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളുമാണ് ഇവർ ഏറ്റവും കൂടുതൽ നേരിട്ടുകൊണ്ടിരുന്നത്. ഇന്നലെ HOC പ്ലാന്റിന്റെ സമീപത്ത് നിന്ന് ഇന്നലെ രാത്രിയോടുകൂടി വലിയ തോതിൽ വിഷപ്പുക ഉയർന്നു, രൂക്ഷഗന്ധവും ഉയർന്നു. ഒരു തീഗോളം പോലെ ആ ഭാഗത്ത് ഇവർ കാണുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇവിടെയുള്ള നിരവധി ആളുകൾക്ക് അസ്വസ്ഥത ഉണ്ടായത്. കുറെ കാലമായി ഇവർ പ്രക്ഷോഭത്തിന്റെ പാതയിലാണ്. പക്ഷേ ഈ പ്രശ്നം ഇതുവരെ പരിഹരിച്ചിട്ടില്ല. ചേട്ടാ, എന്താണ് ശരിക്കും ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ ഒരു 7:30 കാണും. അന്നേരമാണ് ഇവിടെ നിന്ന് ഈ കട നടത്തിക്കൊണ്ടിരുന്ന ബിജു ഇവിടെ നിന്ന് പുള്ളിക്ക് ബുദ്ധിമുട്ടുണ്ടായി. അപ്പൊ പുള്ളി വീട്ടിൽ പോകാൻ, കട അടച്ചു പോകാൻ നേരത്ത് ഛർദ്ദിക്കാനുള്ള പുള്ളി അത് കാര്യമാക്കിയില്ല. വേറൊരാളെ വിളിച്ച് വണ്ടി ഓടിക്കാൻ പറ്റാത്ത കാരണം പുള്ളി വിളിച്ചു വരുത്തി. പോയി കഴിഞ്ഞപ്പോൾ പുള്ളി ഛർദ്ദിച്ചു കഴിഞ്ഞ് പുള്ളി ഇങ്ങോട്ട് വിളിച്ച് ഞങ്ങളുടെ സെക്രട്ടറിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ സെക്രട്ടറി വയ്യാണ്ടിരിക്കുക. പുള്ളിക്ക് ശ്വാസം മുട്ടും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. ഇപ്പൊ ഇതേപോലുള്ളത് അപ്പൊ ഞങ്ങൾക്കൊക്കെ തലവേദനയുണ്ട്. അപ്പൊ നമ്മൾ വീടിന്റെ അകത്തിരിക്കണോണ്ട് അത്ര കാര്യം എന്താണെന്ന് അറിയില്ലായിരുന്നു. അപ്പൊ പുള്ളി വേഗം തന്നെ ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ പുകയും ഇതുമൊക്കെ കണ്ട് ഞങ്ങൾ വീഡിയോ പിടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പൊ തന്നെ പറയാന്ന് പറഞ്ഞ് എന്നെ തിരിച്ചിങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു അത് കുഴപ്പമില്ല, HOCയിൽ ഒരു ചോർച്ച ഉണ്ടായതാണ്, അത് അവർ ഉടനെ പരിഹരിച്ചുണ്ട്, അത് കുറയൂന്ന് പറഞ്ഞു. ഇത് കുറയൂന്ന് പറഞ്ഞിട്ട് കുറഞ്ഞില്ലാത്ത കാരണം ഞങ്ങൾ HOCയുടെ മുമ്പിലേക്ക് പോയി. അവിടെ ചെന്ന് HOCയുടെ സാറുമാർ എന്ത് ചെയ്താൽ വന്നില്ല. ഇവരെ ഞങ്ങൾ കയറ്റി അമ്പലമുള്ളിൽ കൊണ്ടുപോയി ആശുപത്രി അഡ്മിറ്റ് ആക്കാൻ ഒരു ആംബുലൻസ് വെച്ചിട്ട് പരിപാടി എന്നാണ്. ഈ സാധനത്തിൽ അവർ പറഞ്ഞാണ് ഇതിനകത്ത് വാതകച്ചോർച്ച ഉണ്ടാവുമ്പോൾ നിങ്ങൾ എങ്ങനെ ഓടണ്ടേ എന്നുള്ളത് ഇതിനകത്ത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഈ 4 മതിലിന്റെ ഉള്ളിൽ കിടക്കണ ഞങ്ങൾ എങ്ങനെയാണ് ഓടണ്ടേന്ന് കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് ബോധവൽക്കരണ ക്ലാസ് എടുക്കാൻ വന്ന ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിന്റെ നിതീഷ് സാറിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞ് എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. സാറ് ക്ലാസ് നിർത്തി പോവുകയത്, ഉദ്ഘാടനം പോലും ചെയ്യാണ്ട് ക്ലാസ് നിർത്തി പോവുക. ഞാൻ ചോദിച്ചു സാറ് ഇതൊന്ന് കാണിച്ചു തന്നാൽ മതി, ഇവിടെ വന്നിട്ട് ഇവരാരെങ്കിലും ഇത് ഡെമോ കാണിച്ചു തന്നാൽ ഇവർ പറഞ്ഞ് അംഗീകരിക്കാം.